قل هل يستوي الذين يعلمون والذين لا يعلمون. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അറിയുക എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. നബിയുടെ കുടുംബത്തെക്കുറിച്ചും നബിയുടെ ഗോത്രത്തെക്കുറിച്ചും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ചത് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മാത്രമല്ല, മനുഷ്യരിലേക്കും അതേപോലെ തന്നെ ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ചത്. ആ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും വേണം. പ്രവാചകൻ്റെ ജീവിതവും പ്രവാചകൻ്റെ പ്രബോധനവുമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുമ്പോഴാണ് പ്രവാചകനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുമൊക്കെ നമ്മൾക്ക് സാധിക്കുക എന്ന് നമ്മൾ വിശദീകരിച്ചു. മാത്രമല്ല, മറ്റ് പ്രവാചകന്മാർക്കിടയിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എത്രയാണ്, പ്രവാചകന്മാരുടെ ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ട് അനുഗ്രഹമായിട്ടാണ് പ്രവാചകനെ പറഞ്ഞയച്ചത് എന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എത്രയാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന പദവിയുള്ള, ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉയർന്ന പദവി ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മറ്റു പ്രവാചകന്മാർക്കൊന്നും നൽകാത്ത ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് അനുഗ്രഹങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പരലോകത്ത് സ്വർഗത്തിൻ്റെ കവാടം, സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യമായി തുറന്നു കൊടുക്കപ്പെടുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യമായി ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് ഖബറ് പൊട്ടി പുറത്തേക്ക് വരിക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാനുള്ള അനുമതി ആദ്യമായിട്ട് ലഭിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേക സ്ഥാനങ്ങളും പദവികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതൊക്കെ ഈ പ്രവാചകൻ്റെ മഹത്വവും പ്രവാചകൻ്റെ പ്രത്യേകതയും നമ്മൾക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കാൻ നമ്മളെ ഉപകരിക്കും. മാത്രമല്ല, വരാനിരിക്കുന്നതും വന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രം അല്ലെങ്കിൽ ഒരു ചുരുക്ക രൂപം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ നബിയെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുമ്പ് 40 വർഷക്കാലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുന്നത്. അള്ളാഹു നബിയെ
നബി ആയിക്കൊണ്ട് തെരഞ്ഞെടുക്കുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ നുബുവത്ത് നൽകപ്പെടുന്നതിൻ്റെ മുമ്പ്, പ്രവാചകനാക്കുന്നതിൻ്റെ മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷമാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. അതുമാത്രമല്ല, അതിനുശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയത്തിലേക്ക്, അള്ളാഹുവല്ലാത്ത മറ്റൊരു ആരാധ്യനുമില്ല, മറ്റൊരു ഇലാഹുമില്ല എന്ന സന്ദേശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകനാകുന്നത്. വഹി ലഭിക്കുന്നതും നുബുവത്ത് ലഭിക്കുന്നതും പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്നതും ഏത് സമയത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിലാണ്. മാത്രമല്ല, നബി ആയതിന് ശേഷം 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കഴിച്ചുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ നബിയായി. അതിനുശേഷം 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് എവിടെയാണ്? മക്കയിലാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോവുകയും പിന്നീടുള്ള 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു കൂട്ടിയത് എവിടെയാണ്? മദീനയിലാണ്. അപ്പോൾ മക്കയിലും മദീനയിലുമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന് ശേഷം ജീവിച്ചത് 23 വർഷക്കാലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം പ്രബോധനം ചെയ്ത് ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് അള്ളാഹുവല്ലാത്ത മറ്റൊരാരാധ്യനുമില്ല എന്നുള്ള ആശയം ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മക്കയിലും മദീനയിലുമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചുകൂട്ടി. ഇതിൽ അവസാനത്തെ 10 വർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കഴിച്ചുകൂട്ടിയ അവസാനത്തെ ഈ 10 വർഷങ്ങളുണ്ടല്ലോ, ആ മദീനയിൽ വെച്ചാണ് മതനിയമങ്ങളായിട്ടുള്ള നിയമങ്ങളൊക്കെ അധികവും അവതരിക്കപ്പെട്ടത്. എവിടെ വെച്ചിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷമുള്ള മദീന കാലഘട്ട ജീവിതത്തിലാണ് വിശുദ്ധ ഖുർആനിലെ മതനിയമങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അധികവും അവതരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകനായതിന് ശേഷം, പ്രവാചകത്വത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം ജീവിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത് എപ്പോഴാണ്? തൻ്റെ 63-ാമത്തെ വയസ്സിലാണ്. ഹിജ്റ വർഷം 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ എത്ര വയസ്സാണെന്ന് ചോദിച്ചാൽ 63 വയസ്സായിരുന്നു. ഹിജ്റ എത്രാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്? ഹിജ്റ 11-ാമത്തെ വർഷം. ഏത് മാസത്തിലാണ്? റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ്, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബിയായിക്കൊണ്ട് തിരഞ്ഞെടുത്തത്? നുബുവത്ത് നൽകിയത് എപ്പോഴാണ്? പ്രവാചകന്റെ 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് വഹി ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശം ആദ്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നബിയുടെ 40-ാമത്തെ വയസ്സിൽ മക്കയിലെ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹിയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുന്നത്. ആദ്യമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഏതാണ്? പ്രവാചകനായിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയ വഹി ഏതാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്തുകളാണ്. ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ, നീ വായിക്കുക, റബ്ബുക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ
ഖലഖ് അല്ലേ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് അലക്കിൻ്റെ ആദ്യത്തെ 5 വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് വഹിയായിട്ട് ഇറങ്ങുന്ന വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ. അപ്പോൾ 40ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. മാത്രമല്ല പിന്നീട് കുറച്ചു കാലം വഹി നിലക്കുകയും പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രബോധനത്തിനുള്ള കൽപ്പന ലഭിക്കുകയും ചെയ്തു. ലഭിച്ച സന്ദേശങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ തത്വം ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള കൽപ്പന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. ഏതാണ് ആയത്തുകൾ? യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ എന്ന് തുടങ്ങിയ സൂറത്ത് മുദ്ദസിറെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകൾ. ഈ ആയത്തുകൾ ഇറങ്ങിയതോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ കലിമ അല്ലെങ്കിൽ തൗഹീദിൻ്റെ ആശയം ആളുകളിലേക്ക് പരസ്യമായി കൊണ്ട് എത്തിക്കാനും ആളുകളോട് പ്രബോധനം ചെയ്യാനും ആളുകളെ ഈ ആശയത്തിലേക്ക് ക്ഷണിക്കാനുമുള്ള കൽപ്പനയുണ്ടായത് ഈ ആയത്തുകൾ അവതരിപ്പിച്ചതോടുകൂടിയാണ്. മാത്രമല്ല ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബക്കാരെയും തൻ്റെ നാട്ടുകാരെയും തൻ്റെ അയൽവാസികളെയും ഒക്കെ ഈ ഒരു കലിമത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തൗഹീദിൻ്റെ ആശയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുകയുണ്ടായി. ആ സമയത്ത് ഒരുപാട് പീഡനങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പരിഹാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കേണ്ടി വന്നു. കാരണം എന്താണ്? അതുവരെ മക്കയിലുണ്ടായിരുന്ന തൻ്റെ കുടുംബക്കാരും തൻ്റെ ഗോത്രക്കാരുമൊക്കെ അള്ളാഹുവിന് പുറമെ ഒരുപാട് ആളുകളെ ആരാധിക്കുന്നവരും അവരുടെ വിഗ്രഹം വെച്ച് ആരാധന നടത്തുന്ന ആളുകളൊക്കെ ആയിരുന്നു. അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാകാതിരിക്കുകയും നബിയെ അവർ ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു എന്ന് ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഇനി നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുമാണ് നബിയുമാണ്. എന്താണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? അത് നമുക്ക് മനസ്സിലാക്കാം. തനിക്ക് മുമ്പുള്ള പ്രവാചകന്റെ സന്ദേശങ്ങളെ വീണ്ടും പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവർക്കാണ് നബിമാരെന്ന് പറയാം. തനിക്ക് മുമ്പ് വന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ടാവും. അവരുടെ സന്ദേശങ്ങളൊക്കെ എന്താണ്? വീണ്ടും പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ആര്? നബിമാർ. എന്നാൽ പുതിയ മതനിയമങ്ങൾ നൽകപ്പെടുകയും അവ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തവരാണ് റസൂലുകൾ. പുതിയ മതനിയമങ്ങൾ നൽകപ്പെടുകയും അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്തവരാണ് ആര്? റസൂലുകൾ. അതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അതേ സന്ദേശങ്ങൾ വീണ്ടും എന്താണ് ദഅവത്ത് നടത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് ആര്? നബിമാർ. എന്നാൽ പുതുതായി കൊണ്ട് മതനിയമങ്ങളും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളൊക്കെ നൽകപ്പെട്ട അല്ലെങ്കിൽ എന്താണ് മതനിയമങ്ങൾ നൽകപ്പെടുകയും അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത ആളുകളാണ് ആര്? റസൂലുകൾ. എന്നാൽ എല്ലാ റസൂലുമാരായിരിക്കും നബിമാരായിരിക്കും. എല്ലാ റസൂലുമാരായിരിക്കും നബിമാരായിരിക്കും. എന്നാൽ എല്ലാ നബിമാരുമാരല്ല, റസൂലുകളല്ല. എല്ലാ റസൂലും നബിമാരായിരിക്കും, പക്ഷേ എല്ലാ നബിമാരുമാരായിരിക്കില്ല, റസൂലുകളായിരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ചത് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുദൈവ വിശ്വാസത്തിൻ്റെ നിരർത്ഥകത അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവരെ അതിൽ നിന്ന് വിലക്കുകയും തടയുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ശിർക്കൻ ആചാരങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക്, യഥാർത്ഥ തൗഹീദിലേക്ക് ആളുകളെ കൈപിടിച്ചുയർത്തുക എന്ന
ഏറ്റവും വലിയ ദൗത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്. അതുവരെ ഒരുപാട് ആളുകളെ ആരാധിക്കുകയും ഒരുപാട് ഇലാഹുകളെ ആരാധിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ നാട്ടിലേക്ക് ചെന്ന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, റബ്ബായിട്ട് അള്ളാഹു മാത്രമേ എന്ന് പ്രഖ്യാപിക്കുകയും ആളുകൾ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ദൗത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിർവഹിച്ചത്. അതുകൊണ്ട് ആ പ്രവാചകനെക്കുറിച്ച് നമ്മൾ അറിയുക, ആ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കുക, ആ പ്രവാചകൻ ലോകത്ത് കൊണ്ടുവന്ന തൗഹീദിൻ്റെ ആശയത്തെ നമ്മൾ സ്വീകരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ബാധ്യതയും ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ നിലക്ക് ഇസ്ലാമിൻ്റെ ദഅവത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന നല്ലവരായ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. قل هل يستوي الذين يعلمون والذين لا يعلمون